ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. വികസന കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കേന്ദ്ര സർക്കാരും ബി.ജെ.പിയും ഇടപെടുന്നതിന് ഉദാഹരണമാണ് രണ്ടത്താണിയിൽ നടപ്പാലം നിർമ്മിക്കുന്നതെന്ന് ബി.ജെ.പി സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ എം അബ്ദുൽ സലാം. വികസന കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കേന്ദ്ര സർക്കാരും ബി.ജെ.പിയും ഇടപെടുന്നതിനുദാഹരണമാണ് റോഡ് പണി പൂർത്തിയായതിനു ശേഷം പ്രദേശവാസികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് രണ്ടത്താണിയിൽ നടപ്പാലം നടപ്പിലാക്കുന്നതെന്ന് ബി.ജെ.പി സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ എം അബ്ദുൽ സലാം പറഞ്ഞു. വികസിത ഭാരതത്തിനൊപ്പം വികസിത കേരളവും പ്രാവർത്തികമാകണമെങ്കിൽ കേന്ദ്രത്തിലെ ബി.ജെ.പി സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഭരണ സംവിധാനം കേരളത്തിലും വരണമെന്നും എങ്കിലേ കേരള വികസനവും സാധ്യമാകൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിപ്ലവകരമായ ഒരു മാറ്റം കൊണ്ടുവരിക, വികസിത ഭാരതം എന്ന് പറയാൻ പോകുന്ന അതേ ലൈനിൽ കൂടെ 2047 ആണല്ലോ, അതേ ലൈനിൽ വികസിത കേരളം എന്ന് പറഞ്ഞൊരു മെഗാ മിഷനുമായിട്ട് രാജീവ് ചന്ദ്രശേഖർജി പോവുകയാണ്. ഞാൻ പലപ്പോഴും പറയുന്നത് ഡൽഹിയിലൊരു മെഗാ മോഡിയും തിരുവനന്തപുരത്തൊരു മിനി മോഡിയും കൂടെ ചേർന്ന് ഒരു ഡബിൾ എഞ്ചിൻ ലെവലിൽ ഹൺഡ്രഡ്സ് ഓഫ് പ്രോജക്ട്സ് പൈപ്പ് ലൈനിൽ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. എല്ലാം കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി മാത്രമാണ്, കേരളത്തിൻ്റെ ഹാപ്പിനെസ്സിന് വേണ്ടി മാത്രമാണ്. അതിന് പറ്റിയ സമയമാണ്. അത് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. ഇനി നിങ്ങൾ മനസ്സിൽ വെച്ചാലും മനസ്സിൽ വെച്ചില്ലെങ്കിലും ബി.ജെ.പിയുടെ ഇവിടുത്തെ ഇന്നത്തെ ലീഡർഷിപ്പ് കേരളത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും ഏത് പ്രോഗ്രാം വന്നാലും അത് പുഷ് ചെയ്ത് ഫോർവേഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ശ്രമിക്കും. അത് നിങ്ങൾക്ക് സംശയം വേണ്ട. എന്നാലും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ പൊളിറ്റിക്കൽ വിൽ കൂടെ നിങ്ങൾ അവൈലബിൾ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വികസനത്തിൽ നമ്മുടെ വികസനത്തിൻ്റെ വലിയ ഗംഭീരമായിട്ട് ഫാസ്റ്റായിട്ട് പോകും. സംശയിക്കൊന്നും വേണ്ട. ദേശീയപാത രണ്ടത്താണിയിൽ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മാണ പ്രദേശം പ്രദേശവാസികൾക്കൊപ്പം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. രണ്ടത്താണിയിലെ വ്യാപാരികൾ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷന് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി നടത്തിയ ചർച്ചയിലാണ് രണ്ടത്താണിയിലെ ജനങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമായതെന്ന് അദ്ദേഹം പറഞ്ഞു. ബി.ജെ.പി മലപ്പുറം സെൻട്രൽ ജില്ലാ പ്രസിഡന്റ് പി സുബ്രഹ്മണ്യൻ, മേഖലാ ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയകുമാർ കാടാമ്പുഴ, ജില്ലാ മീഡിയ കൺവീനർ മഠത്തിൽ രവി, ന്യൂനപക്ഷ മോർച്ച ജില്ലാ പ്രസിഡന്റ് ഒ.സി. അദ്നാൻ, കുറ്റിപ്പുറം സംഘടന മണ്ഡലം പ്രസിഡന്റ് കെ.ടി. അനിൽകുമാർ, കോട്ടക്കൽ സംഘടന മണ്ഡലം പ്രസിഡന്റ് പി. സത്യഭാമ, ബി.ജെ.പി മാറാക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എൻ. സുബ്രഹ്മണ്യൻ, കോട്ടക്കൽ നഗരസഭാ കൌൺസിലർ ടി.എസ്. ജയപ്രിയൻ തുടങ്ങിയവർ സന്ദർശനത്തിൽ പങ്കെടുത്തു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.